എല്ലാ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്കും ടെക് സവാരിയുടെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് മുതൽ നമ്മളുടെ ചാനലിൽ പുതിയതായി ഒരു സീരീസും കൂടെ ആഡ് ചെയ്യുകയാണ്. ഫേമസ് ആയിട്ടുള്ള പല മലയാളി യൂട്യൂബേഴ്സിനും എന്താണ് നമ്മുടെ വ്യൂവേഴ്സിനോട് പറയാനുള്ളത്, അവരുടെ തുടക്കകാലങ്ങളിൽ എങ്ങനെയായിരുന്നു അവരുടെ യൂട്യൂബ് ചാനലിൻ്റെ സ്ഥിതിഗതികൾ, ഇതിനെക്കുറിച്ച് നമ്മൾ ആരും ചിന്തിച്ചിട്ടുണ്ടാവില്ല. എന്തുകൊണ്ട് ഇങ്ങനൊരു വീഡിയോ ചെയ്തു എന്ന് ചോദിച്ചാൽ, എനിക്ക് വരുന്ന കമൻസും അതുപോലെ തന്നെ കോളുകളിലും ഗ്രൂപ്പുകളിലുമെല്ലാം ഏറ്റവും കൂടുതലും ചർച്ച ചെയ്യപ്പെടുന്നത് ഞങ്ങൾക്ക് വ്യൂസ് കിട്ടുന്നില്ല, ഞങ്ങൾക്ക് സബ്സ്ക്രൈബർ കിട്ടുന്നില്ല, എങ്ങനെ ഞങ്ങളുടെ ചാനൽ ഡെവലപ്പ് ചെയ്യാം, എന്താണ് ഞങ്ങൾ ചെയ്യേണ്ടത്, ഞങ്ങൾക്ക് റവന്യൂ കിട്ടുന്നില്ല, ഇതുപോലെയുള്ള പലതരം സംശയങ്ങളാണ് എൻ്റെ വ്യൂവേഴ്സിനുള്ളത്. അപ്പോൾ ഇവരെല്ലാവരും കണ്ടിരിക്കുന്ന യൂട്യൂബ് ചാനലുകൾ സക്സസ് ആയിട്ടുള്ള പല സുഹൃത്തുക്കളുടെയും ചാനലുകളാണ്. അപ്പോൾ ഈ സുഹൃത്തുക്കൾക്ക് എന്താണ് എൻ്റെ വ്യൂവേഴ്സിനോട് അവരുടെ തുടക്കകാലങ്ങളിൽ ഉണ്ടായ അനുഭവങ്ങളെക്കുറിച്ച് പറയാനുള്ളതെന്നുള്ളതാണ് നമ്മൾ ഇനി മുതൽ നമ്മുടെ വീഡിയോയിൽ അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ ഉൾപ്പെടുത്താൻ പോകുന്നത്. സോ സ്റ്റേ ട്യൂൺ വിത്ത് ടെക് സവാരി. ടെക് സവാരി സബ്സ്ക്രൈബ് ചെയ്യാത്ത ഏതെങ്കിലും സുഹൃത്തുക്കൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഡിജിറ്റൽ മാർക്കറ്റിംഗ് അതല്ലെന്നുണ്ടെങ്കിൽ യൂട്യൂബ് ഇതുപോലുള്ള കാര്യങ്ങളിൽ കൂടുതലായി വിവരങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ടെക് സവാരിയിൽ ഇന്ന് നമുക്കൊപ്പം ചേരുന്നത് ഗാഡ്ജറ്റ്സ് ഫൺ മലയാളം എന്ന് പറയുന്ന ഫേമസ് ആയിട്ടുള്ള മലയാളം ടെക്നോളജി ചാനലിലെ അമലാണ്. അമലിൻ്റെ ചാനലുകൾ ടെക്നോളജി കാണുന്ന പല സുഹൃത്തുക്കളും കണ്ടിട്ടുണ്ടാവാം. അമലിന് എന്താണ് നമ്മുടെ വ്യൂവേഴ്സിനോട് പറയാനുള്ളതെന്ന് കേൾക്കാം. എൻ്റെ പേര് അമൽ ഗോപാൽ. നിങ്ങൾ ഇതുവരെ എന്നെ മനസ്സിലാക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഗാഡ്ജറ്റ്സ് ഫൺ മലയാളം ടെക് ടിപ്സ് എന്ന് പറഞ്ഞൊരു യൂട്യൂബ് ചാനൽ ഞാൻ നടത്തുന്നുണ്ട്. ടെക്നോളജി ബേസ്ഡ് ആണ്. എനിക്ക് സുബിൻ ചേട്ടൻ്റെ വ്യൂവേഴ്സായ നിങ്ങളോട് പറയാനായിട്ടുള്ളത്, ഒരിക്കലും നമ്മൾ യൂട്യൂബിലേക്ക് വരുന്ന സമയത്ത് പൈസയ്ക്ക് വേണ്ടിയിട്ട് യൂട്യൂബിലേക്ക് വരരുത്. നിങ്ങൾക്കൊരു പാഷൻ ഉണ്ടെങ്കിൽ യൂട്യൂബിലേക്ക് വരാം. യൂട്യൂബിലേക്ക് വന്നു കഴിഞ്ഞിട്ട് വീഡിയോ നിർമ്മിക്കുന്നതിനനുസരിച്ച് അല്ലെങ്കിൽ നമ്മുടെ ഹാർഡ് വർക്ക് ചെയ്ത് നമുക്ക് റിസൾട്ട് കിട്ടുന്നതാണ് നമ്മുടെ കാശ് എന്ന് പറയുന്നത്. റിസൾട്ട് കിട്ടുന്നത് എന്തിനാന്ന് വെച്ചാൽ നമ്മൾ ചെയ്തതിന് എന്തെങ്കിലും ഒരു സാധനം നമുക്ക് ഇങ്ങോട്ട് കിട്ടണ്ടേ, അതാണ് അതിൻ്റെ പേയ്മെൻ്റ് എന്ന് പറയുന്നത്. ഞാൻ എൻ്റെ ചാനൽ തുടങ്ങിയ സമയത്ത് പേയ്മെൻറ്റിന് ഏകദേശം 4-5 മാസം കഴിഞ്ഞിട്ടാണ് എനിക്ക് എൻ്റെ ഫസ്റ്റ് പേയ്മെൻറ്റ് കിട്ടുന്നത്. അതുവരെ ഞാൻ തുടർച്ചയായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്തുകൊണ്ട് തന്നെ ഇരുന്നു. വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ട് 1 വ്യൂവും 2 വ്യൂവും 3 വ്യൂ ഒക്കെയാണ് കിട്ടുന്നത്. അതുപോലും പ്രശ്നമാക്കാണ്ട് തന്നെ ഞാൻ മുമ്പോട്ട് പോയി. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ യൂട്യൂബിൽ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അത്രയ്ക്കൊരു പൊട്ടൻഷ്യൽ വേണം. കാരണം നിങ്ങൾ എന്തൊക്കെ തടസ്സം ചെയ്ത് പോകുന്നോ അല്ലെങ്കിൽ തടസ്സങ്ങൾ നേരിട്ട് പോകുന്നോ അതെല്ലാം നേരിടുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് റിസൾട്ടും ഉണ്ടാവും. പക്ഷേ പൈസയ്ക്ക് മാത്രം വന്നതാണെങ്കിൽ നിങ്ങൾക്ക് പൈസ ഉണ്ടാക്കാനായിട്ട് ഒരുപാട് വഴികളുണ്ട്. പക്ഷേ ആ ഒരു പൈസയ്ക്ക് ഒരു വാല്യൂ ഇല്ല. നിങ്ങൾ പ്രശസ്തം അല്ലെങ്കിൽ നിങ്ങളുടെ ചാനൽ ഒരു ഫേമസ് ആയി നിങ്ങളുടെ ചാനലിന് ഒരു ലൈഫ് വരണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിൽ കാണിക്കുന്ന സീരിയസ്നെസ്സും നിങ്ങൾ അതിൽ കാണിക്കുന്ന പാഷനും അനുസരിച്ചാണ് ഇരിക്കുന്നത്. അല്ലാണ്ട് പൈസ വെച്ച് നോക്കുകയാണെങ്കിൽ വല്ല ഗോസിപ്പ് ചാനൽ തുടങ്ങിയാൽ പൈസയൊക്കെ കിട്ടും, പൈസയുടെ പ്രശ്നമൊന്നുമില്ല. പക്ഷേ അതിൻ്റെ ഒരു ലൈഫില്ല. ഒരു വർഷത്തിനേക്ക് ഒരു 2-3 മാസം അത് നിലനിൽക്കും, പിന്നീട് അതങ്ങ് ആ ചാനൽ അങ്ങ് പോകും. അതുകൊണ്ട് നിങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചിന്തിക്കുക. ജസ്റ്റ് നിങ്ങളുടെ വീഡിയോ ക്രിയേറ്റിവിറ്റി എത്രമാത്രമുണ്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തൊക്കെ നിങ്ങളുടെ ഓഡിയൻസിന് കൊടുക്കാൻ പറ്റും അതിലേക്ക് പോവുക. ഇപ്പോൾ നിങ്ങളിപ്പോൾ പറയാം എനിക്ക് സബ്സ്ക്രൈബേഴ്സ് ആകെ 100 സബ്സ്ക്രൈബേഴ്സേ ഉള്ളൂ. നിങ്ങൾ അതിലൊരു 100 പേർക്ക് വീഡിയോ ചെയ്യുക. അല്ലെങ്കിൽ ഒരു 100 പേരിൽ ഒരാളെങ്കിലും നിങ്ങളുടെ വീഡിയോ കാണുമല്ലോ, ആ ഒരാൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ വീഡിയോ ചെയ്യുക. അങ്ങനെ വീഡിയോ ചെയ്തുകൊണ്ടിരുന്നാൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് സക്സസ് ഉണ്ടാകും. അല്ലെങ്കിൽ യൂട്യൂബിൽ നിങ്ങൾക്ക് നല്ല നിലയ്ക്ക് വളർന്നു പോകാനായിട്ട് ഉറപ്പായിട്ടും പറ്റും. ഇത് പറയുന്ന വേറൊന്നും കൊണ്ടല്ല, സത്യസന്ധമായിട്ടുള്ളൊരു കാര്യമാണ്. ഞാൻ അനുഭവിച്ച് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഈ ഒരു കാര്യങ്ങളിൽ ഫോക്കസ് ചെയ്യുക. ടെക് സവാരിയുടെ ഇന്നത്തെ എപ്പിസോഡ് എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇതുപോലെയുള്ള വ്യത്യസ്തമായിട്ടുള്ള വീഡിയോകൾക്കായി ടെക് സവാരി സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത സുഹൃത്തുക്കൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണാം. ടിൽ ദെൻ ബൈ. സുബിൻ.